ഹലോ മൈ ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങി പോകുന്നത് ഇന്നാണ് ലക്ഷ്മി ചേച്ചിയുടെ കല്യാണം. ഫൈനലി ലക്ഷ്മി ചേച്ചിയുടെ കല്യാണം ഡേറ്റ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുണ്ട്, അശ്വതിയുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പോയി ഞാൻ എത്തി. ഇതെൻ്റെ ഒരു കുട്ടി ഫാനാണ്, പാവം. എനിക്ക് മോളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ മണ്ഡപമൊക്കെ നല്ലതായിട്ട് ഡെക്കറേറ്റ് ഉണ്ട്. ഇതെൻ്റെ കുഞ്ഞാണ്. കുഞ്ഞാന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞമ്മ, ഞങ്ങൾ കുഞ്ഞാന്നേ വിളിക്കാറുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ഫ്രണ്ട്സിനെ തപ്പി നടക്കുകയാണ്. അപ്പോൾ കല്യാണ പെണ്ണ് ദാ നിൽക്കുകയാണ്. ആൾ ഭയങ്കര ബിസിയാണ്. കാണാൻ കല്യാണ പെണ്ണില്ല, ഇത് ആശുവാണ്. അവൾ സ്വന്തമായിട്ട് ഒരുങ്ങിയെന്നാണ് പറഞ്ഞത്. കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല, കാണാൻ നല്ല വൃത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ഒരുങ്ങാൻ ഒരു ചാൻസും ഇല്ല ഗൈസ്. പിന്നെ എല്ലാവരും ബേക്ക് മാത്രമേ എടുത്തുള്ളൂ. കല്യാണ പെണ്ണ് സ്വന്തമായിട്ട് ഒരുങ്ങിയത് കാരണം ബിക്കോസ് ആളൊരു ബ്യൂട്ടീഷ്യനാണ്. പിന്നെ എൻ്റെ ഫോൺ വാങ്ങി ബ്ലോഗ് എടുക്കുന്നത് പോലെ എന്തൊക്കെ കാണിക്കുന്നുണ്ട്, എല്ലാം പ്രകസനം. പിന്നെ ആളുടെ ഡാൻസ് ഉണ്ടായിരുന്നു, അടിപൊളി ഡാൻസ് ആയിരുന്നു. പിന്നെ ആളെ കാണുന്ന മുടിഞ്ഞ ലുക്കായിരുന്നു കേട്ടോ. എനിക്കറിയാവുന്ന ഓൾറെഡി ഡാൻസ് കളിക്കുമെന്ന്, പക്ഷേ എല്ലാവരും ഞെട്ടുന്നുണ്ട്, കാരണം ആർക്കും അറിയില്ലല്ലോ ഡാൻസ് കളിക്കുമെന്ന്. അപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങി. പിന്നെ ആളുടെ കല്യാണം കഴിഞ്ഞ ദിവസം അങ്ങനെ കാത്തിരുന്ന സുദിനം എത്തിയിട്ടുണ്ട്. ആൾ മാരീഡ് ആയിരിക്കുകയാണ്. ഹാപ്പി മാരീഡ് ലൈഫ് ചേച്ചി. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി, ചോറ് തന്നെയാണ്. പിന്നെ പായസവും ബോളിയും ഉണ്ടായിരുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. ഫൈനലി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പൂ പറിക്കാൻ വേണ്ടിയാണ് ഞാൻ ചാടിയത്. തലമണ്ടി ഇടിക്കാത്ത ഭാഗ്യം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.